ഉണ്ട്. ശ്രീ എം കെ ഹരിദാസ്, ഒരു ന്യായാധിപൻ പോലും ഈ തട്ടിപ്പിന്റെ ഭാഗമായി പ്രതിചേർക്കപ്പെടുന്ന സ്ഥിതി എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളൊക്കെ കബളിപ്പിക്കപ്പെടുന്നതിൽ വലിയ അത്ഭുതം കൂറേണ്ട കാര്യമുണ്ടോ? ന്യായാധിപൻ എന്ന് പറഞ്ഞ് നിർത്തണ്ട. 2003 കടവന്ത്ര ആസ്ഥാനമാക്കിയിട്ട് നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു തട്ടിപ്പ് കേന്ദ്രത്തിന്റെ രക്ഷാധികാരി നാരായണക്കുറുപ്പായിരുന്നു, ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. അത് ഇവിടുത്തെ യുവാക്കളൊക്കെ കൂടിയിട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ അടപ്പിച്ചപ്പോൾ പുറത്തു വന്ന വിവരം കേട്ടിട്ട് കേരളം ഞെട്ടിയിട്ടുണ്ട്. 3500 രൂപയ്ക്ക് നമ്മുടെ ഹാർട്ടിന്റെ ഇത്തരത്തിലുള്ള ബ്ലോക്ക് കണ്ടുപിടിക്കുകയും അത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വെച്ച് നടത്തിയിരുന്ന തട്ടിപ്പ് സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയായിരുന്നു ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജസ്റ്റിസുമാർ പോയിട്ട് ഇത്തരത്തിലുള്ള സ്ഥലത്ത് തലവെച്ചു കൊടുക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ ഇവർ ഒരു കാര്യം ഈ ജസ്റ്റിസുമാർ മനസ്സിലാക്കുക, അവർ സാധാരണ മനുഷ്യരിൽ നിന്നും വളരെ ദൂരെ നിൽക്കുന്നവരാണ്. നമുക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് നീതി നിയമ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടവർ പോലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയി തലവെക്കുമ്പോൾ സാധാരണക്കാരെ ഈ കോഴിമുട്ട വിറ്റും ഈ മറ്റേ തുന്നൽപ്പണി ചെയ്തും അതുമാതിരി തന്നെ കൃഷി ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയ പൈസയ്ക്ക് ഒരു 2 വീലർ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത്തരം കാര്യത്തിൽ പോയി തലവെച്ചു കൊടുത്തവരെ നമുക്കതിൽ കാര്യമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോ ഈ ആനന്ദകുമാർ പറയുന്നത് തുടക്കം മുതലേ അങ്ങേയറ്റം പൊരുത്തമില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ഇത്രയും ദിവസം മുൻപോട്ട് പോയിട്ടുള്ളത്. ആനന്ദകുമാർ ഗ്ലോബൽ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം അതിലൂടെ ഉണ്ടാക്കിയ വിശ്വാസ്യത ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോടൊന്ന് ചോദിക്കുക പോലും ചെയ്ത് FIR-ൽ പേര് ചേർത്തു, ആരോ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ മാത്രം പോലീസ് മുഖവിലക്കെടുത്തു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിന്റെ ട്രസ്റ്റുകൾ എല്ലാവരും പറയുന്നത് ഈ 2 പേരെ വിശ്വസിച്ചാണ് പണം നൽകിയത് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ്. ഇന്നലെ നമ്മൾ പ്രമീള ഗിരീഷ് കുമാറോട് ചോദിക്കുമ്പോൾ അവരും പറയുന്നത് എല്ലാവരും ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഫോട്ടോകൾ കാണുന്നവരും എല്ലാം സമൂഹത്തിൽ വിശ്വാസ്യത നേടിയിട്ടുള്ള മനുഷ്യരാണ്. പിന്നെ എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ കുറെ സംഭാവനകളും കുറെ അധികം സഹായങ്ങളും കിട്ടുമ്പോൾ അവിശ്വാസം തോന്നുന്നത് എന്നുള്ളതാണ്. എത്ര പണിപ്പെട്ടിട്ടാണ് ഈ തട്ടിപ്പുണ്ടാക്കിയെടുക്കുന്നത്? നോക്കൂ, രാഷ്ട്രീയ നേതൃത്വത്തിൽ അങ്ങേയറ്റം ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് AN രാധാകൃഷ്ണൻ. AN രാധാകൃഷ്ണന്റെ 6 അടി കട്ടൗട്ടിലുള്ള BJPയുടെ കളർ കോഡ്, അവരുടെ കൊടിയുടെ കളർ കോഡ് ഉപയോഗിച്ചിട്ട് നടത്തിയിട്ടുള്ള ഈ ഫ്ലക്സ് പ്രചരണം മൂലം തന്നെ എൻ്റെ അറിവിൽ ചുരുങ്ങിയത് 1000 പേരെങ്കിലും ഈ AN രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നയിക്കുന്ന ഈ സംഘടനയുടെ പേരിൽ പോയിട്ട് ഈ വണ്ടികൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഈ 2 വീലർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ CN രാമചന്ദ്രൻ നായരെ പോലെയും ഈ അതുമാതിരി തന്നെ ആനന്ദ്കുമാറിനെ പോലുള്ളവരെയും വിശ്വാസത നേടിയെടുത്തുകൊണ്ട് ഇത്തരം ഒരു തട്ടിപ്പിലേക്ക് ഇറങ്ങി ചെല്ലുമോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ട്, യാതൊരുവിധ സംശയവും ഇല്ലാത്തത് കൊണ്ടല്ലേ ഇതിൽ വന്നിട്ടുള്ള പൈസ നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിന് കൃത്യമായ മറുപടി പറയാൻ ഈ CN രാമചന്ദ്രൻ നായരും FIR ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ജസ്റ്റിസ് അല്ലേ, അതിന് ഇത്ര കോപിക്കേണ്ട കാര്യം എന്താ? ഒരു FIR-ൽ തുടർന്നിട്ട് തെളിവുകളൊന്നുമില്ലെങ്കിൽ ഇദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടില്ലേ? അപ്പൊ FIR ഇട്ടത് പോലീസിന്റെ ഒരു പക്ഷെ വൈരാഗ്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ, പക്ഷെ അതിൽ ഇദ്ദേഹം രോഷാകുലനാവേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരം ഒരു അപകടത്തിൽ പോയി തലവെച്ചു കൊടുത്തതിന്റെ പേരില് ഇദ്ദേഹത്തിന്റെ പേരിൽ FIR ഇട്ട് നന്നായി. ഓരോരുത്തരുടെ കപടമുഖങ്ങളും അവർ അണിഞ്ഞിരിക്കുന്ന പൊയ്മുഖങ്ങളും പുറത്തു വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമല്ലേ? അപ്പൊ ആനന്ദ്കുമാറും CN രാമചന്ദ്രൻ നായരെയും അതുമായി AN രാധാകൃഷ്ണനെയും പോലുള്ള വമ്പന്മാർ ഇതിന്റെ മുന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പിന്നില് വെറും ഒരു അനന്തകൃഷ്ണൻ ഇത്രയും കോടി തട്ടിപ്പിന്റെ പിന്നിലുള്ള ഒരു കരുവാണ് എന്ന് കരുതാൻ നമുക്ക് വയ്യ. ആരൊക്കെയോ ഇതിന്റെ പിന്നിൽ ചരടുവലികൾ നടത്തിയിട്ടുണ്ട്. കർത്തന് പുറകിലുള്ളവർ പുറത്തു വരാൻ വേണ്ടിയിട്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയിട്ട് ഇനിയെങ്കിലും കേരളത്തിലെ പാവപ്പെട്ടവർ ഇത്തരം ചതിയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരും അതുമാതിരി തന്നെ നമ്മുടെ സാമ്പത്തിക സമാഹരണം സംസ്ഥാന വ്യാപകമായി നടക്കുകയും ബാങ്ക് ഇടപാടുകൾ നടക്കുകയും ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു സംശയവും ഈ അന്വേഷണ ഏജൻസികൾക്കോ IB പോലെയുള്ളവയ്ക്കോ ഇന്റലിജൻസിനോ ഒന്നും ഒരു വിവരവും കിട്ടാതെ പോകണമെങ്കിൽ അത് അത്ര സ്വാഭാവികമായി നടക്കുമോ ശ്രീ MK ഹരിദാസ്? തീർച്ചയായിട്ടും നടക്കില്ല. ഹൈറീച്ച് തട്ടിപ്പ് നടത്തിക്കുന്ന ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ 2 കെട്ടിടങ്ങൾക്കപ്പുറമുള്ള ഒരു ബിൽഡിംഗ് കേന്ദ്രീകരിച്ചിട്ടാണ്. പുറത്തു വരാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ നാട്ടിൽ നിന്നും അറിഞ്ഞിട്ടുള്ളത് ആ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഇതിന്റെ പങ്കുപറ്റുന്നവരായിരുന്നു, ആ ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൽ നിന്ന് പങ്കുപറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ സാധാരണക്കാരായ ജനങ്ങൾ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം ശക്തമായി പ്രവർത്തിക്കേണ്ടതിന്റെ ഒരു ചൂണ്ടുപലകയായിട്ടാണ് നമ്മൾ ഈ സംവിധാനത്തെ ഈ പിടികൂടപ്പെട്ട ഈ സംഭവത്തെ കാണേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയണം. അതുമാതിരി തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച്. ഇവരൊക്കെ എന്ത് ചെയ്യാണ് ഇവിടെ? നമ്മുടെ സ്വത്തും അതുമാതിരി തന്നെ ജീവന് സംരക്ഷിക്കപ്പെടേണ്ട പോലീസിന്റെ മൂക്കിന്റെ താഴെ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടാൻ വിധിച്ചവരായി കേരളത്തിലെ ആൾക്കാർ മാറിയിട്ടുണ്ടെങ്കിൽ, ഇത്തരം തട്ടിപ്പിനൊരുങ്ങുന്ന ഒരു മണ്ണായിട്ട് കേരളം പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉന്നതരായ രാഷ്ട്രീയ നേതൃത്വവും
ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും ഉന്നതരായ നിയമപാലകരുടെ കൈയും ഉണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ പ്രാഥമികമായ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മഞ്ഞുമലയുടെ അറ്റമാണ് തൊട്ടിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം പുറത്തു വന്നാൽ കേരളം ഞെട്ടുമെന്നാണ് എനിക്കിവിടെ പേര് പറയാൻ ശ്രീ എം കെ ഹരിദാസ് ഞങ്ങളോട് സംസാരിച്ചതിന്റെ. നോക്കൂ രതീഷ്, ഇത്രയും വലിയൊരു സാമ്പത്തിക സമാഹരണം നാട്ടിൽ നടക്കുകയാണ്. ഇന്നലെ പ്രമേള ഗിരീഷ് കുമാർ വൈകുന്നേരം നമ്മളുടെ എഡിറ്റോറിയൽ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് പ്രമീള ഗിരീഷ് കുമാർ പറയുന്നത് മൂവാറ്റുപുഴയിൽ മാത്രം ഏതാണ്ട് 9 കോടിയിലധികം രൂപ സമാഹരിച്ചു എന്നാണ്. 9 കോടിയിലധികം രൂപ ഒരു മേഖലയിൽ നിന്ന് മാത്രം ഈ തട്ടിപ്പ് സംഘം സമാഹരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വെള്ളരിക്കാപ്പട്ടണമാണോ എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വന്നിരുന്ന മന്ത്രി എം പി രാജേഷ് പറയാണ്, രാവിലെ എഴുന്നേറ്റാൽ എന്നെ ആരെങ്കിലും ഒന്ന് പറ്റിക്കൂ എന്ന മനസ്ഥിതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ തട്ടിപ്പുകൾക്കൊക്കെ ഇടനില നിന്ന പല ആളുകളും രാഷ്ട്രീയ നേതാക്കളോ പൊതുപ്രവർത്തകരോ ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് പോലും മനസ്സിലാകുന്ന ഇത് വലിയൊരു തട്ടിപ്പാണ്. ഇവിടെ ആട്, തേക്ക്, മാഞ്ചിയം തുടങ്ങി ഏതൊക്കെ തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും അത്തരം തട്ടിപ്പിന് ഇരയാകുന്ന ആളുകളാണ്. അതിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ മുതൽ താഴെത്തട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ വരെയുണ്ട്.